നമസ്കാരം. വിജ്ഞാനത്തിൻ്റെ വഴികളിലൂടെയുള്ള വിസ്മയ യാത്രയിലേക്ക്, മലർവാടി ലിറ്റിൽ സ്കോളറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ ചുണക്കുട്ടികളോടൊപ്പം വളരെ ഊർജ്ജസ്വലരായി നിൽക്കുന്ന ഈ കുട്ടികളോടൊപ്പം ഇത്തിരി സമയം ചെലവഴിക്കാനാവുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പക്ഷേ ഈ എപ്പിസോഡ് ഇത്തിരി നിർണായകമാണ് അല്ലേ? ഈ എപ്പിസോഡ് കഴിയുമ്പോൾ 2 ടീം ഇതിനകത്ത് നിന്ന് അപ്രത്യക്ഷരാകും. ഈ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടി വാശിയേറിയ നിർണായകമായ നിമിഷങ്ങളാണ് കടന്നു പോകാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ സെഗ്മെൻറ്റിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. കാവ്യധാര. കാവ്യധാര എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യം. ഇത് കവിതകളുടെ ലോകമാണ് അല്ലേ? ഓഷോ പറയുന്നുണ്ട്, കഥ എന്ന് പറയുന്നത് ഭൂമിയിലൂടെയുള്ള നടത്തമാണെങ്കിൽ കവിത എന്ന് പറയുന്നത് ആകാശത്തിലൂടെയുള്ള പറക്കലാണ്. അത്രമാത്രം സുന്ദരമാണ്, സുരഭിലമാണ് കവിതയുടെ ലോകം എന്ന് പറയുന്നത്. ഇവിടെ ഒരു കവിതാശകലം നിങ്ങളെ കേൾപ്പിക്കും. ആ കവിതാശകലം നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട്, വളരെ ഷാർപ്പായിട്ട് കേൾക്കണം. അതിനകത്ത് നിന്നും ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. ആ ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. സോ ആദ്യം നിങ്ങളോടാണ്, വേഗയോടാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. വേഗ, ആദ്യത്തെ കവിതാശകലം കേൾക്കാൻ വേണ്ടി തയ്യാറാവുക. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥ എത്ര പഴകി. പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കളിവർ, വസുധയുടെ വസ്ത്രമൊഴിയുന്നു. കവിത ആരുടേതാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആരുടേതാണ്? ONV സാറിൻ്റേതാണ് ഈ കവിത. നമ്മുടെ ജ്ഞാനപീഠ ജേതാവാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയാനുള്ളത്, മാജിക് അക്കാദമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ രക്ഷാധികാരി കൂടിയാണ് നമ്മുടെ ONV സാറ് എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ വളരെയധികം സ്നേഹത്തോടു കൂടി, ഒരുപാട് ആദരവോടുകൂടി നമ്മളെല്ലാവരും നോക്കിക്കാണുന്ന ജ്ഞാനപീഠ ജേതാവാണ് ONV സാറ്. ONV സാറിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്ന കവിതയുടെ വരികളാണ് നമ്മൾ കേട്ടത്. ഏതാനും വരികളാണ് കേട്ടത്. ഇനി ചോദ്യം വേഗയോട് ഞാൻ ചോദിക്കാൻ പോകുന്നു. ചോദ്യം ഇതാണ്: അറിയാതെ ജനനിയെ പരിണയിച്ച യവന തരുണൻ ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഓർഫൂസ്, ഓപ്ഷൻ ബി ഒഡീസി, ഓപ്ഷൻ സി ജൂലിയസ് സീസർ, ഓപ്ഷൻ ഡി ഈഡിപ്പസ്. ഷുവറാണോ? ആണെങ്കിൽ ആണ് എന്ന് പറയണം. ആണ്. അങ്ങനെയാണെങ്കിൽ ആണ്. ലിബ്രയ്ക്കുള്ളതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ കവിതാശകലം കേട്ട് കഴിഞ്ഞതിന് ശേഷം ആ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഈ കവിതാശകലം ആരുടേതാണെന്ന് അറിയാമോ? അറിയില്ല. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ അതിപ്രശസ്തമായ ഒരു കാവ്യത്തിൽ നിന്നുള്ള വരികളാണ് ഇത്. അതിൻ്റെ ചോദ്യം ഇതാണ്: ഇതിലെ നായിക നായകന്മാരുടെ പേര് എന്താണ്? ആ പേരിലാണ് ഈ കൃതിയും ഉള്ളത്. ഓപ്ഷൻ എ ബദറുൽ മുനീർ ഹസ്റുൽ ജമാൽ, ഓപ്ഷൻ ബി ഹസ്നുൽ ജമാൽ ലൈല മജ്നു, ഓപ്ഷൻ സി ബദറുൽ മുനീർ ലൈല, ഓപ്ഷൻ ഡി അലാവുദ്ദീൻ ലൈല ജമാൽ. ഓപ്ഷൻ എ ബദറുൽ മുനീർ ഹസ്നുൽ ജമാൽ. സംശയത്തോടുകൂടിയാണോ അതോ ഉറപ്പിച്ചു പറഞ്ഞതാണോ? സംശയത്തോടു കൂടിയാണെങ്കിൽ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല, അത് തന്നെയാണ്. സോ കൺഗ്രാജുലേഷൻസ്. സോ അടുത്തത് സിറിയസിനോടാണ് ചോദ്യം. ചോദ്യത്തിന് ആദ്യം ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് കവിതാശകലം കേൾക്കണം. കേട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചോദ്യത്തിലേക്ക് വരുന്നു. ഗോപന്മാരെല്ലാരും ഭാജനമോരോന്നിൽ ഘോരസമോരോന്നേ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൻ കരേറിട്ടു പാഞ്ഞു തുടങ്ങിനാർ നന്ദനുമാ. ഇതാണ് കവിത. എത്രയോ കേട്ടിട്ടുള്ളതാണല്ലേ? ആരുടേതാണ് കവിത? ചെറുശ്ശേരിയുടേതാണ്. കൃഷ്ണഗാഥ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള കവിത, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കവിതാശകലമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ചോദ്യം ഇതാണ്: ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നുള്ള വരികളും അത് എഴുതാനിടയായ സംഭവത്തിലെ ഈണവുമാണ് ഇത്.
ഈ ഈണത്തിൻ്റെ വൃത്തത്തിൻ്റെ പേര് എന്താണ്? ഏത് വൃത്തത്തിലാണ് ഈ കവിതാശകലം എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. എ നദോന്നത, ബി കേക, സി വസന്തതിലകം, ഡി മഞ്ചരി. ഓപ്ഷൻ ഡി മഞ്ചരി. അങ്ങനെയാണെങ്കിൽ ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. എനിക്ക് പൊക്കം കുറവാണ് എന്നെ പൊക്കാതിരിക്കുവിൻ, എനിക്ക് തൂക്കം കുറവാണ് എന്നെ താങ്ങാതിരിക്കുവിൻ. വരി കേട്ടല്ലോ. കുഞ്ഞായ കവി കുഞ്ഞുണ്ണിയുടെ വരികളാണ് ഇത്. മലർവാടി മാസികയിൽ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പങ്ക്തിയാണ് കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളും എന്ന് പറയുന്ന വളരെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു വാചകമാണ് കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളും, അല്ലേ? മലർവാടിയിൽ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം എഴുതിയതാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കുഞ്ഞുണ്ണി മാഷ് കുട്ടികളുടെ രചനകൾ വിലയിരുത്തി ബാലപംക്തിയിൽ എഴുതിയത് ഏത് പേരിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഓപ്ഷൻസ് തന്നതിന് ശേഷം ഉത്തരം പറഞ്ഞാൽ മതി. ഓപ്ഷൻസ് ഇതാണ്: എ മാഷ്, ബി വല്യേട്ടൻ, സി കുട്ടേട്ടൻ, ഡി കുഞ്ഞുണ്ണി. ഓപ്ഷൻ സി കുട്ടേട്ടൻ. കറക്റ്റാണ്, ആൻസർ കറക്റ്റാണ്, കുട്ടേട്ടൻ തന്നെയാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളെല്ലാം ഗംഭീരമാണ്, അല്ലേ? ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വരികൾ. ആ വരികൾക്കിടയിൽ ഒരുപാട് ചിന്തിക്കാനുള്ള, ഭൂമിയെപ്പോലെ വലുപ്പത്തിൽ ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഈ കുഞ്ഞുണ്ണി മാഷ് സ്വയം വിലയിരുത്തിയൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുള്ളനായി കിറുക്കനായി ഉണ്ടായൊരു കുഞ്ഞുണ്ണി ഭൂമിയിൽ അവനെ കണ്ടോരും കണ്ടിടാത്തോരും ഭാഗ്യശാലികൾ, കേട്ടോരോ വിടുവിഡികൾ, കാണുവാൻ മാത്രമില്ലാത്തവൻ കണ്ടാൽ കരളിൽ കരേറുവോൻ, കരളിൽ എല്ലാവർക്കും ഉണ്ടാവും കനിവെന്ന് നിനപ്പവൻ, അവൻ കുഞ്ഞുണ്ണി താനിവൻ. ഇതാണ് കഷ്ടം കുഞ്ഞുണ്ണി താനിവൻ എന്നാണ് ആ കവിത അവസാനിക്കുന്നത്. അപ്പോൾ കരളിൽ എല്ലാവർക്കും ഉണ്ടാവും കനവെന്ന് നിനപ്പവൻ, അതായത് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാവുമെന്ന് ധരിക്കുന്ന, അങ്ങനെ എഴുതിയ വളരെ കുള്ളനായിട്ടുള്ള കിറുക്കനായിട്ടുള്ള ഒരു കുഞ്ഞുണ്ണി മാഷ് എന്നാണ് അദ്ദേഹം സ്വയം അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് എ ലിറ്റിൽ ബ്രേക്ക് ഇൻ ലിറ്റിൽ സ്കോളർ. So once again, welcome back to മലർവാടി ലിറ്റിൽ സ്കോളർ. നമ്മുടെ കഴിഞ്ഞ സെഗ്മെന്റിന്റെ കാവ്യധാരയുടെ മാർക്ക് അനൗൺസ് ചെയ്യുന്നു. വേഗയ്ക്ക് കിട്ടിയ മാർക്ക് 10 മാർക്ക്, ലിബ്ര കിട്ടിയിട്ടുള്ള മാർക്ക് 10 മാർക്ക്, സുരിയസിന് കിട്ടിയിട്ടുള്ള മാർക്ക് 10 മാർക്ക്, ആൻഡ് ലൈറയ്ക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 10 മാർക്ക്. സോ 10 10 10 10. ഓക്കെ, നമ്മൾ അടുത്ത സെഗ്മെന്റ് തിരിച്ചറിയാം. തിരിച്ചറിയണം, അല്ലേ? എല്ലാം തിരിച്ചറിയണം. അറിവിനേക്കാൾ കൂടുതൽ വേണ്ടത് നമുക്ക് തിരിച്ചറിവാണ്, അല്ലേ? ആ തിരിച്ചറിവിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ തിരിച്ചറിയാൻ പോകുന്നത്, വീഡിയോ വാളിൽ നിങ്ങൾക്ക് ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു സംഭവം കാണിച്ച് കണ്ടു കഴിഞ്ഞതിന് ശേഷം അത് ഏത് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അവസരം തരുന്നത് വേഗയ്ക്കാണ്. വേഗ വീഡിയോ വാളിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ കാതുകൊണ്ടാണ് ശ്രദ്ധിച്ചതെങ്കിൽ ഇപ്പോൾ കണ്ണുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള സമയമായി. വീഡിയോ വാളിൽ ഇതാ ചോദ്യം വേഗയോടാണ്. ചോദ്യം ഇതാണ്: ഇത് ഏത് സംഘടനയുടെ ലോഗോ ആണ്? ആംനെസ്റ്റി ഇന്റർനാഷണൽ. പെർഫെക്റ്റ്. ആംനെസ്റ്റി ഇന്റർനാഷണൽ. എന്താണ് ആംനെസ്റ്റി ഇന്റർനാഷണൽ? മനുഷ്യാവകാശത്തിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടന. മനുഷ്യാവകാശത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. 1961 ഇത് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം നിങ്ങളോടാണ്. ലിബ്ര. ഓക്കെ, അപ്പോൾ വീഡിയോ വാളിലേക്ക് ശ്രദ്ധിക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നോ, ഇത് CBIയുടെ ലോഗോ ആണ്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBIയുടെ ലോഗോ ആണ് ഇത്. ഡൽഹിയിലാണ് CBIയുടെ ആസ്ഥാനം. അതൊക്കെ അറിയാമല്ലോ, അല്ലേ? പക്ഷേ CBI എന്നുള്ളത് മനസ്സിലേക്ക് വന്നില്ല, നിർഭാഗ്യം എന്ന് പറയാം. അടുത്തത് സിറിയസിനാണ് ചാൻസ് തരുന്നത്. എന്തിൻ്റെ ലോഗോ ആണ്? ഇന്ദിരാ ആവാസ് യോജന. കൃത്യമായ ബോധ്യത്തോടു കൂടിയാണോ പറഞ്ഞത്? അല്ല. ഭാഗ്യം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ എന്നൊരു സംശയം എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഭാഗ്യം കൂടെയുണ്ട്. ഇന്ദിരാ ആവാസ് യോജനയുടെ ലോഗോ ആണ്. അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ കീഴിലാണ് ഇത് ഉള്ളത്. വീടില്ലാത്തവർക്ക് വീട്, ഗ്രാമീണർക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനയാണ്, ഒരു ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷനാണ് ഇത്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്. നിങ്ങളുടെ ലോഗോ ആണ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് ഹിയർ. കേരള ഹെൽത്ത് മിഷൻ. മോനെ, അത് റോങ് ആൻസർ ആണ്.
മാലിന്യ വിമുക്ത കേരളത്തിൻ്റെ ലോഗോ ആണത് കേട്ടോ. ഇനി അടുത്ത ഇത് നിങ്ങൾക്കാണ് വരുന്നത്, വേഗയ്ക്കാണ് വരുന്നത്. ലോഗോ ശ്രദ്ധിക്കുക. നാഷണൽ ഹെൽത്ത് മിനിസ്ട്രി. മിനിസ്ട്രിയുടെ ലോഗോ അല്ല ഇത്. മിനിസ്ട്രിയുടെ കീഴിലുള്ള നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ കേരളയുടെ ലോഗോ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം വരുന്നത് ലിബ്രയോടാണ്. ലിബ്രയ്ക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്ത ലോഗോ ആണ്. ആൻഡ് വാച്ച് ഹിയർ സ്ക്രീൻ. സ്കൈപ്പ്. സ്കൈപ്പ് പെർഫെക്റ്റ് ആൻസറാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഈ ആധുനിക ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് സ്കൈപ്പ്, വാട്സാപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടപ്പേ നമുക്ക് കിട്ടും അല്ലേ. അതിൻ്റെ ലോഗോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. കാരണം ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ കാര്യങ്ങൾ. അപ്പോൾ ഓർമ്മയുണ്ടാവും. ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. അടുത്തത് വീണ്ടും നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാണ്, സീരിയസിനുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെ വരുന്നു, പ്രത്യക്ഷപ്പെടുന്നു. വാച്ച് ഹിയർ. അറിയില്ല. അറിയാമോ 2014 നടക്കാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ, ഗ്ലാസ്ഗോയിൽ നടക്കാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ലോഗോ ആണ് അത്. ആൻഡ് നെക്സ്റ്റ് ടേൺ ഫോർ യു ലൈറ. ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ അവാർഡിൻ്റെ ശില്പം ആണ് ഇത്. സ്പോർട്സ് രംഗത്ത് കായിക പരിശീലനം നടത്തുന്നവർക്ക് കിട്ടുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ഈ ദ്രോണാചാര്യർ ഒരിക്കൽ എല്ലാവരെയും വിളിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ നടത്തുമായിരുന്നു, ഇതുപോലെയുള്ള ക്വിസ് കോമ്പറ്റീഷൻ നടത്തുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം കൗരവരെയും പാണ്ഡവരെയും വിളിച്ചതിന് ശേഷം പറഞ്ഞു, അവിടെ ഒരു മരം, മരത്തിന് മുകളിലൊരു ചില്ല, ചില്ലയ്ക്ക് മുകളിൽ ഒരു ചില്ല, ആ ചില്ലയിലിരിക്കുന്ന ഒരു പക്ഷി, ആ പക്ഷിയുടെ കഴുത്തിൽ ഒരു കറുത്ത മറുക് അല്ലെങ്കിൽ കണ്ണ് അല്ലേ. അപ്പോൾ അത് ആണ് അമ്പെയ്ത് വീഴ്ത്തേണ്ടത് എന്ന് പറഞ്ഞു. ഓരോരുത്തരെ വിളിച്ചു. ആദ്യം യുധിഷ്ഠിരനെ വിളിച്ചു ചോദിച്ചു, എന്ത് കാണുന്നു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു മരം, മരത്തിന് മുകളിൽ ചില്ല, ചില്ലയ്ക്ക് മുകളിൽ ചില്ല, അവിടെ കാണുന്നു ഒരു പക്ഷി, പക്ഷിയുടെ കഴുത്തിൽ കറുത്ത മറുക്, കണ്ണ്, ഇതൊക്കെ പറഞ്ഞു. പക്ഷേ ഓരോരുത്തരെ വിളിച്ച് ചോദിച്ച സമയത്തും ദുര്യോധനെ വിളിച്ചു, അദ്ദേഹം അത് തന്നെ പറഞ്ഞു. അല്ലാതെ എന്താ കാണാനുള്ളത്, ഇത് തന്നെ കാണുന്നത്, എല്ലാവരും പറഞ്ഞു അത്. പക്ഷേ അവസാനം അർജുനനെ വിളിച്ചു, പ്രിയ ശിഷ്യനെ വിളിച്ചു. അർജുനോട് ചോദിച്ചു, എന്ത് കാണുന്നു? അർജുനൻ പറഞ്ഞു, എനിക്കൊന്നും കാണാനില്ല. എല്ലാവരും ഞെട്ടിപ്പോയി, ഒന്നും കാണാനില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് കാണാനുണ്ട് ഒന്ന് മാത്രം. എന്താണ്? പക്ഷിയുടെ കണ്ണ്. ആ കണ്ണ് ലക്ഷ്യമായിട്ടാണ് അമ്പെയ്യേണ്ടത്. ആ കണ്ണ് മാത്രം ഞാൻ കാണുന്നു. അതാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് വളരെ ശാന്തമായി, ഒരു അമ്പെയ്യുമ്പോഴും കൃത്യമായി സൂക്ഷ്മമായി ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം അമ്പെയ്യാൻ. സോ അടുത്ത സെഗ്മെൻറ്റിലേക്ക് നമ്മൾ പോകുന്നു. അതിനു മുമ്പ് എ ലിറ്റിൽ ബ്രേക്ക് ഇൻ ലിറ്റിൽ സ്കോളർ.